പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനത്തിലൂടെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ കൂടുതൽ ഇന്ത്യക്കാർക്ക് ബിസിനസ് അവസരങ്ങൾ തുറക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യ ഒമാൻ വ്യാപാരം ശക്തിപ്പെടുന്നത് പ്രവാസി വ്യവസായികൾക്കും ഗുണം ചെയ്യും. സമഗ്ര സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് പ്രവാസികൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരാശ്വാസം. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഈ ഒരു വ്യാപാര വ്യവസായ ബന്ധത്തിലൂടെ ധാരാളം പ്രവാസികൾക്കും എന്ന് മാത്രമല്ല ഭാരതത്തിന് തന്നെ ഒരുപാട് മേന്മ ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒമാനിൽ 5.5 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. ഇതിൽ ഏറിയ പങ്കും സാധാരണക്കാരായ തൊഴിലാളികളാണ്. ഇവർക്കൊരു സമഗ്ര സാമൂഹിക സുരക്ഷാ പദ്ധതി വേണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. അപ്പോൾ ഇവർക്ക് ഒരു സാമാന്യം തെറ്റില്ലാത്ത ഒരു പെൻഷൻ പദ്ധതി, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി, അല്ലെങ്കിൽ ഇവർ ജോലി മതിയാക്കി പോകുമ്പോൾ നാട്ടിൽ അവർക്ക് ഒരു റീസെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം എന്നിവ അത്യാവശ്യമാണ്. അതായത് ഒരു കോംപ്രിഹെൻസീവ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം അണ്ടർ വൺ അംബ്രല്ല എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കൂടാതെ നിലവിലുള്ള എല്ലാ പദ്ധതികളും ഒരു ഏജൻസി വഴി ഡിജിറ്റലൈസ് ചെയ്യണം. രാജ്യത്തിന് വേണ്ടി പണമയക്കുന്ന സാധാരണ പ്രവാസിക്ക് നാട്ടിൽ വരുമ്പോൾ മാന്യമായി ജീവിക്കാൻ അവസരമുണ്ടാകണം. ഇതിനായി സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കണമെന്നും പ്രവാസികൾ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.